സാധ്യതയും അല്ലാഹു നൽകട്ടെ. റഹ്മാനായ റഹീമായ ഈ വെള്ളിയാഴ്ച ദിവസം ഒരുപാട് നല്ല അമലുകൾ ചെയ്യാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. നിങ്ങളുടെ സഹോദരന്മാരാകുന്ന ഗസയിലുള്ള മുസ്ലിമീങ്ങൾ വളരെ പ്രയാസത്തിലാണ്. അവരെ നീ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. അവർക്ക് ഈമാൻ സലാമത്താക്കണേ അല്ലാഹ്. കരുത്ത് നൽകണേ അല്ലാഹ്. സബർ നൽകണേ അല്ലാഹ്. റബീഉൽ അവ്വലിലെ 4ാമത്തെ വെള്ളിയാഴ്ചയാണ് നമ്മൾ ഒരുമിച്ച് പോയിട്ടുള്ളത്. ഇന്നത്തെ ഖുതുബയിൽ ഹംദ്, സ്വലാത്ത്, സലാം, അതുപോലെ വസിയ്യത്ത്, ഇതിന് ശേഷം അയ്യുഹന്നാസ് ഉസീകും ഇബാദല്ലാഹി വഇയ്യായ ബിത്തഖ്വല്ലാഹ് എന്ന് വസിയ്യത്ത് ചെയ്ത ശേഷം ഉള്ള നസീഹത്ത് ഫളഹൽ മൗതു ദുനിയ ഫസ്ദറുഹാ ബിഫളീഹത്തിഹാ വനസഹ്തുകും ഹവാദിഹുഹാ فاحذروها لنصيحتها فكفاكم بها منذرا وبسابقها اللاحقها مخبرا أوما رأيتم إفسادها من أصلحها وغشها من نسحها ممن اتخذها ദുനിയാവിനെ മരണം വഷളാക്കിയിരിക്കുന്നു. ദുനിയാവിനെ മരണം ഫളീഹത്തിലാക്കിയിരിക്കുന്നു. ദുനിയാവിന്റെ ചതിയിൽപ്പെട്ട് ഒരുപാട് മനുഷ്യരെ ഇങ്ങനെ ജീവിച്ച് ദുനിയാവിൽ ഒരുപാട് കാലം ജീവിക്കാമെന്ന് കണ്ടിങ്ങനെ മോഹിച്ച് ആനന്ദത്തോടെ നടക്കണം. ആ സമയത്താണ് മരണം വരുന്നത്. മരണം ദുനിയാവിനെ ഫളീഹത്തിലാക്കി. അത് മനസ്സിലാവുന്നവർക്ക് മനസ്സിലാവും, എല്ലാവർക്കും മനസ്സിലാവില്ല. ദുനിയാവ് ചതിയനാണ്. ഈ ചതിയനായ ദുനിയാവ് മരണമില്ല എന്ന് പറഞ്ഞ് ഒരു മനുഷ്യനെ കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കുകയാണ്. ആ സമയത്താണ് പെട്ടെന്ന് മരണം പിടിപെടുന്നത്. അപ്പൊ ആ മരണപ്പെടുന്നത് കണ്ടു നിൽക്കുന്നവർക്കും ഞാനും ഇതുപോലെ മരിക്കാനുള്ളതാണ്, ദുനിയാവിനെ ചതിക്കുകയാണ്. ദുനിയാവിന് മരണം വഷളാക്കിയിരിക്കുന്നു. ദുനിയാവിനെ നിങ്ങൾ നിസാരമാക്കിക്കൊണ്ടോളി. അത് ഫളീഹത്തിലായതിനു വേണ്ടി, വഷളത്തരത്തിലായതിനു വേണ്ടി ദുനിയാവിനെ നിങ്ങൾ നിസാരമാക്കി കണ്ടോളി. ആ ദുനിയാവിൽ നടക്കുന്ന സംഭവ വികാസങ്ങൾ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെ വനസഹത്തുക്കും നിങ്ങൾക്ക് നസീഹത്തായിരിക്കുന്നു. അപ്പൊ നിങ്ങൾ ആ ദുനിയാവിനെ സൂക്ഷിച്ചോളി. നിങ്ങൾ ആ ദുനിയാവിനെ സൂക്ഷിച്ചോളി. ആ സംഭവ വികാസങ്ങൾ നിങ്ങൾക്ക് നസീഹത്തായിട്ട്, സതുപദേശമായിട്ട്, ഗുണകാംക്ഷിയായിട്ട് വരുന്നത് കാരണത്താൽ നിങ്ങൾ ദുനിയാവിനെ സൂക്ഷിച്ചോളി. ആ സംഭവ വികാസങ്ങൾ മതിയാകുന്നതാണ് നിങ്ങൾക്ക് താക്കീതുകാരനായിട്ട്. ദുനിയാവിൽ നടക്കുന്ന കാര്യങ്ങൾ, ഈ കാര്യങ്ങൾ തന്നെ നിങ്ങൾക്ക് മതി. എന്തിന്? മുൻദിറ, നിങ്ങൾക്ക് താക്കീതുകാരനായി. ദുനിയാവിന് കഴിഞ്ഞു പോയിരിക്കുന്ന കാര്യങ്ങളെ കൊണ്ടും മതിയാകുന്നതാണ്. ഇപ്പോൾ ദുനിയാവിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ മനസ്സിലാക്കാൻ, ദുനിയാവിൽ കഴിഞ്ഞു പോയ കാര്യങ്ങൾ, ആ കാര്യങ്ങൾ
മതിയാകുന്നതാണ് ഇപ്പോൾ ദുനിയാവിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ. നിങ്ങൾ കാണുന്നില്ലേ? ആ ചോദ്യം ചോദിക്കാൻ കാരണം എന്താ? നിങ്ങൾ അതൊക്കെ കണ്ടിട്ടും മരണം ദുനിയാവിനെ വഷളാക്കുന്നത് കണ്ടിട്ടും ആ ദുനിയാവിനെ പ്രേമിച്ച് നടക്കുകയാണല്ലോ നിങ്ങളെ. അവമാനായിട്ടും നിങ്ങൾ കാണുന്നില്ലേ? ദുനിയാവിനെ ആരാണോ നന്നാക്കി കാണുന്നത്, ആ നന്നാക്കി കാണുന്നവനെ ദുനിയാവ് ഫസാദിലാക്കുന്നത് നിങ്ങൾ കാണുന്നില്ലേ? ദുനിയാവിനെ നന്നായി കാണുന്നവനെ ദുനിയാവ് ചതിക്കുന്നത് നിങ്ങൾ കാണുന്നില്ലേ? അതാരാണ്? ദുനിയാവിനെ നന്നാക്കി കണ്ടാരാണ്? അതാരാണ്? ഒരുത്തനാണ്. ആ ദുനിയാവിനെ അവൻ പിടിച്ചിരിക്കുന്നു, അവൻ ദുനിയാവിനെ എടുത്തിരിക്കുന്നു. എങ്ങനെ? ദുനിയാവിനെ അവൻ അഭയം നൽകുന്ന ഒരു അഭയകേന്ദ്രമായി, ദുനിയാവിനെ അവൻ ഉമ്മയായിട്ട്, ഏതുമ്മ? അഭയം നൽകുന്ന അഭയകേന്ദ്രമായിട്ട് അവൻ കരുതിയിരിക്കുന്നു. വിചാരിച്ചെന്താ? ദുനിയാവിന് കിട്ടുന്നതൊക്കെ വാരിക്കോരിയെടുക്കാമെന്ന്. അവൻ കരുതിയിരിക്കുന്ന ആ ഉമ്മത്ത്, അവൻ ഉമ്മയായി കരുതിയിരിക്കുന്ന ആ ഉമ്മത്ത് അവനെ യുദ്ധമായി തീമാറ്റി മാറ്റിയിരിക്കുന്നു. അല്ലാതെ ദുനിയാവ് അഭയ കേന്ദ്രമാണെന്ന് അവൻ വിചാരിച്ചു. അങ്ങനെ ദുനിയാവിന് അഭയം പ്രാപിച്ചു. നോക്കുമ്പോഴോ ദുനിയാവ് അവൻ അഭയ കേന്ദ്രമേ അല്ല, ദുനിയാവ് അവനെ യതീമാക്കിയിരിക്കുന്നു. ദുനിയാവിന്റെ ചതിയിൽപ്പെട്ട് ഒരുപാട് കാലം ജീവിക്കുമെന്ന മോഹത്തിനവൻ ദുനിയാവിൽ ഒരുപാട് വാരിക്കൂട്ടി ഉണ്ടാക്കിയപ്പോഴാണ് മരണമെന്ന ദുനിയാവിനെ വഷളാക്കിയ ആ സാധനം നമ്മിലേക്ക് എത്തുന്നത്. അപ്പോഴാണ് മനസ്സിലായത് ദുനിയാവ് അവനെ യതീമാക്കിയിരിക്കുന്നു. അവൻ വാരിക്കൂട്ടിയതെല്ലാം, അവൻ ദുനിയാവിൽ വാരിക്കൂട്ടിയതെല്ലാം അവനെ കടമായി ഭവിച്ചിരിക്കുന്നു. ദുനിയാവിനെ വാരിക്കൂട്ടിയതൊക്കെ ഇന്നതാണ്, എനിക്കുള്ളതാണ്, ഇന്നത് സ്വന്തമാണ് എന്ന് വിചാരിച്ചോ വാരിക്കൂട്ടിയതാണ്. പക്ഷെ അതൊക്കെ എന്തായി? കടമായി മാറി. എങ്ങനെ കടായത്? വഞ്ചനം പറയണേ. വാരിക്കൂട്ടിയത് ഒരു ഉറുപ്പിയാണെങ്കിൽ പോലും ആ ഒരു ഉറുപ്പിക്ക് നാളെ ചെയ്യണം, പഠിച്ചവന് മുമ്പിൽ വഞ്ചനം പറയണം. അതുകൊണ്ട് അത് കടമായി മാറി. എല്ലാ വിഷയം ദുനിയാവിനെ മരണം വഷളാക്കിയിരിക്കുന്നു. ദുനിയാവിൽ ഒരുപാട് കാലം ജീവിക്കാമെന്ന മോഹത്താൽ നടക്കുമ്പോഴാണ് മരണം അവനെ പിടിപെടുന്നത്. ആ ദുനിയാവിനെ മരണം വഷളാക്കിപ്പോയി. അത് കാരണം അത് വേറൊരാൾ മരിക്കുന്നത് കാണുമ്പോ ദുനിയാവിനെ ആഡംബരമായി ജീവിച്ച് ദുനിയാവിന് മതിമറന്ന് ജീവിച്ചൊരാളെങ്കിലും ജീവിക്കുന്നത് കാണാൻ നല്ല ബംഗ്ലാവ് ഉണ്ടാക്കി, ദുനിയാവിൽ ഒരുപാട് സമ്പത്തുകൾ ഉണ്ടാക്കി, ദുനിയാവിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. പക്ഷേ അവന് ഉണ്ടാക്കിയ വീട്ടിൽ താമസിക്കാൻ പോലും ഭാഗ്യമില്ലാതെ മരണം അവനെ പിടിപെടുന്നത് കാണുമ്പോ ഇവനെന്തൊരു ഭാഗ്യപ്പെട്ട മനുഷ്യനാണെന്ന് തോന്നിപ്പോകും. കാരണം എന്താ? മരണം ദുനിയാവിനെ വഷളാക്കിയിരിക്കുന്നു. ദുനിയാവിന്റെ നമ്മളങ്ങനെ മോഹിപ്പിക്കുമ്പോ നമ്മൾ അതിന്റെ പിന്നാലെ പോകുമ്പോ അപ്പോഴാണ് മരണം വരുന്നത്. മരണം ചെയ്ത് ദുനിയാവിനെ വഷളാക്കി. അതാണ് ഇന്നത്തെ സൂറത്തില് പറയാനുള്ളത്. ഇന്നത്തെ എന്താ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹാകുമുത് തകാസുർ. ദുനിയാവിൽ ഒരുപാട് സമ്പത്ത് പെരുപ്പിക്കുന്നതിൽ നീ ജോലിയായിരിക്കുകയാണോ, വ്യാപൃതനായിരിക്കുകയാണോ? ദുനിയാവിന് സമ്പത്ത് വാരിക്കൂട്ടുന്നതിനാണോ അവന്റെ ജോലി? അതാണ് അതിന് പണി. അത് ആ പണി നിൽക്കും എപ്പോ?
മനസ്സിലാക്കുന്നതാണ്. കല്ലാ സൗഫ തഅലമൂൻ, ശേഷം നീ അതറിയും. തുമ്മ കല്ലാ സൗഫ തഅലമൂൻ, പിന്നെ തക്കീദിന് പറയാം, പിന്നെ അത് ശേഷം നീ എന്ത് ചെയ്യും? അറിയുക തന്നെ ചെയ്യും. കല്ലാ ലൗ തഅലമൂന ഇൽമൽ യഖീൻ ലതറൗന്നൽ ജഹീം ثم لترونها عين اليقين ثم لتسألن يومئذ عن النعيم. അവസാനം പറഞ്ഞ വാക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. എന്താണ്? ثم لتسألن يومئذ عن النعيم. അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്ക് നൽകിയ നിഅമത്തുകൾ, എല്ലാ നിഅമത്തുകളും നിന്നോട് ചോദിക്കപ്പെടുക തന്നെ ചെയ്യും. അതാണ് നേരത്തെ പറഞ്ഞത്. ദുനിയാവിൽ നീ ഒരുപാട് വാരിക്കൂട്ടി ഉണ്ടാക്കിയതൊക്കെ നിനക്ക് കടമായി മാറിയിരിക്കുന്നു. അതൊക്കെ നാളെ പടച്ചോനെ ചോദിക്കാനുള്ളതാണ്. മനസ്സിലാക്കട്ടെ. ദുനിയാവിനെ ചെറുതായി കാണുന്ന കണ്ണ് അല്ലാഹു നമുക്ക് നൽകട്ടെ. റഹ്മാനായ റഹീമായ റബ്ബേ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. اللهم صغر الدنيا بأعيننا، اللهم صغر الدنيا بأعيننا. ദുനിയാവിനെ ചെറുതായി കാണുന്ന കണ്ണെനിക്ക് നൽകണേ റബ്ബേ. ദുനിയാവിനെ ചെറുതായി കണ്ട് ആഖിറത്തിനെ വലുതായി കാണുന്ന, ആഖിറത്തിലേക്ക് ഒരുപാട് തയ്യാറാകുന്ന മുഅ്മിനീങ്ങളിൽ ഞങ്ങളെ പെടുത്തണേ അല്ലാഹ്. ഈമാൻ കൊണ്ട് സമ്പാദിക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. ഈമാൻ കൊണ്ട് ഒരുപാട് സൽക്കർമ്മങ്ങൾ സമ്പാദിക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. ഞങ്ങളിവിടെ ജീവിക്കുന്ന കാലമത്രയും നാളെ നിന്നോട് വചനം പറയേണ്ടതാണ് റബ്ബേ. ഒരു സെക്കൻഡും പാഴാക്കല്ല അല്ലാഹ്. ഒരു സെക്കൻഡ് പോലും പാഴാക്കാതെ മുഴുവനായി ഉപയോഗപ്പെടുത്താനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. നാളെ നീ ചോദിക്കുമെന്ന ബോധം നൽകണേ അല്ലാഹ്. റബ്ബേ, നിന്റെ ഹിസാബിൽ വെച്ച് ഞങ്ങളെ വശറാക്കല്ല റബ്ബേ. ദുനിയാവിന്റെ ചതിയിൽ നിന്ന് ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. ദുനിയാവിലും ആഖിറത്തിലും ഇസ്സത്തിലാക്കണേ അല്ലാഹ്. റബ്ബേ, ദുനിയാവ് ഫളീഹത്തിലായതുപോലെ ദുനിയാവിനെ മരണം വശറാക്കിയതുപോലെ റബ്ബേ അത് മനസ്സിലാക്കി ദുനിയാവ് മോശമാണെന്ന്, റബ്ബേ ദുനിയാവ് വേണ്ടെന്ന, ആഖിറത്തിലേക്ക് സമ്പാദിക്കാൻ വേണ്ടി മാത്രമുള്ളതാണെന്ന ബോധത്തോടെ ജീവിക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. ഈമാൻ കൊണ്ട് ഖൽബിനെ പ്രകാശിപ്പിക്കണേ അല്ലാഹ്. ഹബീബിന്റെ മാസം ഞങ്ങളിൽ നിന്ന് കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഹബീബിനോടുള്ള സ്നേഹം പുതുക്കിയിട്ട് ഈമാൻ വർദ്ധിപ്പിക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين.